السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده والإمام السيوطي والإمام أحمد رضا والإمام الشالياتي وجميع مشائخنا في سلاسلتنا وسائر المؤمنين والمؤمنات. الحمد لله العظيم الذي لا ظل إلا ظله والصلاة والسلام على محمد الذي على مقامه ورفع معهله. أشهد أن لا إله إلا الله وأشهد أن سيدنا محمدا عبده ورسوله صلى الله تعالى عليه وسلم تسليما كثيرا كثيرا كثيرا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ഈ ദിറാസ അദ്ദിറാസത്തുൽ അസ്ഹരിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പഠിപ്പിച്ച ധാരാളം ഹദീസുകളിൽ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകൾ ആരെല്ലാമാണ് എന്ന് വിശദമായി വ്യത്യസ്തമായ റിവായത്തുകളിലുള്ള ഒരു സംക്ഷിപ്തമാണ് ഈ ദിറാസയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പല ഹദീസുകളിലും, സ്വഹീഹായ ഹദീസുകളിലും മറ്റു ഹദീസുകളിലെല്ലാം പഠിപ്പിച്ച ഒരുപാട് ഹദീസുകളെ ജമ്മ് ചെയ്ത് വിശദമായിട്ട് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തംഹീദുൽ ഫർഷി ഫിൽ ഖിസാലിൽ മൂജിബത്തി ലിൽ അർഷി എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, മഹ്ശറ സഭയിൽ ആ ശക്തിയായ ചൂടുള്ള സമയം, അർഷിൻ്റെ തണലില്ലാത്ത ഒരു തണലും ഇല്ലാത്ത ആ സന്ദർഭത്തിൽ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യശാലികൾ ആരെല്ലാമാണെന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായി ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 ആളുകൾ, അതുപോലെ മറ്റു റിവായത്തുകൾ 3 ആളുകളെ സംബന്ധിച്ചും ഇനിയും 14 ആളുകളെ സംബന്ധിച്ചും അങ്ങനെ പറഞ്ഞ ഒരുപാട് ഹദീസുകളെ ജമ്മ് ചെയ്ത് ഏകദേശം 70ഓളം ആളുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് പഠിപ്പിക്കപ്പെട്ട അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യശാലികളായ ആളുകൾ, അതിനെ സംബന്ധിച്ച് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ മഹത്തായ ഗ്രന്ഥത്തിൽ 70ഓളം ആളുകളെ പരിചയപ്പെടുത്തിയത് കാണാം. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ, അതുപോലെ മറ്റു ഇമാമീങ്ങൾ ചില ബൈത്ത് മുഖേനയും ഇത് വിശദമായി പറഞ്ഞത് കാണാം. വഖാലൻ നബിയുൽ മുസ്തഫ ഇന്ന സബ്അത്തൻ യുളില്ലുഹുമുല്ലാഹുൽ അലീമു ബിളില്ലിഹി മുഹിബ്ബുൻ അഫീഫുൻ നാഷിഉൻ മുതസദ്ദിഖുൻ വബാക്കിൻ മുസല്ലിൻ വൽ ഇമാമു ബി അദ്ലിഹി എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പാടിയ ബൈത്ത് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തംഹീദുൽ ഫർഷ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പല മഹാന്മാരും ബൈത്തുകളെ മുഖേനയും ഈ വിഷയം സൂചിപ്പിച്ചത് കാണാം. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ വിശദീകരിച്ച ബൈത്ത് മുഖേന രേഖപ്പെടുത്തിയ വസിദ് സബ്അത്തൻ ഇളലാലു ഖാസിൻ വ ഔനുഹു വ ഇൻലാറു ദി ഉസ്രിൻ വ തഖ്ഫീഫു ഹിമലിഹി വഹാമിയു ഖുസാത്തിൻ ഹീന വല്ലൗ വ ഔനു ദി ഖറാമത്തി ഹഖിൻ മഅ മുകാത്തിബി അഹ്ലിഹി എന്ന് തുടങ്ങിയ ഒരുപാട് ബൈത്ത് മുഖേന മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും 70ഓളം വരുന്ന വിഭാഗങ്ങൾക്ക് അർഷിൻ്റെ തണലുണ്ട് എന്ന് പറയുന്ന ഈ മഹത്തായ ഗ്രന്ഥം എല്ലാ ഹദീസുകളെയും ഒരുമിച്ച് കൂട്ടി ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവരുകൾ എഴുതിയതാണ്. നാം പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബുദ്ധിനെ അത്ഭുതപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു വണ്ണമായ സൃഷ്ടിയാണ് അർഷുൽ ആലം എന്ന്. അർഷുൻ ആലമായ ആ മഹാ അർഷ് അത്ഭുതകരമായ ഒരു സൃഷ്ടി.
തൂനുകളില്ലാത്ത അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽ ഒരു വണ്ണമായ സൃഷ്ടിയാണ് അർശ് എന്ന് പറയുന്നത്. സൃഷ്ടികളിൽ ഒരു വണ്ണമായ സൃഷ്ടിയാണല്ലോ അർശ്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ അഅറാഫ് 54-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ, അതുപോലെ അൽ അസ്മാഉ വസ്സിഫാത്തിൽ ബൈഹഖി ഇമാം, അതുപോലെ മുസന്നഫ് ഇബ്നു ശൈബ, അതുപോലെ മുഫ്രദാത്തു അൽഫാദിൽ ഖുർആൻ തുടങ്ങിയതിൽ അർശിനെ സംബന്ധിച്ച് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വണ്ണമായ ഒരു സൃഷ്ടിയാണ് എന്ന് വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെടുന്നവർക്ക്, അനുസരിക്കുന്നവർക്ക് അവൻ്റെ വണ്ണമായ അർശായ ആ അർശിൻ്റെ തണൽ നൽകും. അതല്ലാത്ത ഒരു തണൽ നാളെ മഹ്ശറ സഭയിൽ ഉണ്ടാവുകയില്ലല്ലോ. മനുഷ്യൻ ഈ ദുനിയാവിൽ തൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, തൻ്റെ ഭാര്യമക്കൾക്ക് വേണ്ടി, തൻ്റെ ചങ്ങാതിമാർക്ക് വേണ്ടി പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടുണ്ടാകും. മാത്രമല്ല അവർക്ക് വേണ്ടി വലിയ വലിയ തെറ്റുകളും ഒരുപാട് തെറ്റുകളും ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഖിയാമത്ത് നാളിൽ ഏവരും നഫ്സി നഫ്സി എന്ന അവസ്ഥയിലായിരിക്കും. അവരിലെ തൊട്ട് ഓടിപ്പോകുന്നവർ അവസ്ഥ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ അബസ് 34 മുതൽ 36-ാമത്തെ ആയത്ത് വരെ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബത്തിഹി വ ബനീഹി എന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നാം വളരെ ചിന്തിക്കേണ്ടതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സൂര്യൻ എന്ന് പറയുന്ന എത്രയോ കിലോമീറ്റർ ദൂരെ ഉള്ള ആ സൂര്യൻ്റെ ചൂട് നമുക്ക് ഈ ദുനിയാവിൽ വെച്ചിട്ട് ഭൂമിയിൽ വെച്ച് സഹിക്കാൻ കഴിയുന്നില്ല. അതിൽ തന്നെ വിയർപ്പൊലിക്കുകയാണ്. എന്നാൽ നാളെ മഹ്ശറ സഭയിൽ സൂര്യൻ വളരെ അടുത്തുണ്ടായിരിക്കുമ്പോൾ സഹിക്കാൻ കഴിയാത്ത ചൂടും ധാരാളം വിയർപ്പുമുള്ള ആ അവസ്ഥ, ആ സമയത്ത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലില്ലാത്ത വേറൊരു തണലില്ല. ആ സമയത്ത് ആഖിറത്തിൽ ഓരോരുത്തരും ആ തണല് തെരഞ്ഞുകൊണ്ട് അത് കിട്ടാൻ വളരെ ബേജാറിലും വിഷമത്തിലുള്ള സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഭാഗ്യശാലികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു പ്രധാനപ്പെട്ട തണലാണ് അർശിൻ്റെ തണല്. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്താൻ ദുനിയവിയായ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് റബ്ബിൻ്റെ പൊരുത്തം കരസ്ഥമാക്കിയ ആളുകൾക്ക് പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, പ്രധാനപ്പെട്ട തണലാണ് അർശിൻ്റെ തണൽ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തംഹീദുൽ ഫർശ് ഫിൽ ഖിസാലിൽ മൂജിബത്തിൽ ലിൽ അർശ് എന്ന് പറയുന്ന ആ മഹത്തായ ഗ്രന്ഥത്തിൽ 70-ലേറെ വിഭാഗങ്ങൾ, ഖിസ്മുകളെ സന്തോഷിക്കുന്ന, അതുപോലെ സൗഭാഗ്യമുള്ള അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളെ വിശദമായി പറഞ്ഞത് കാണാം. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ ദിറാസയിൽ നാം ഉദ്ദേശിക്കുന്നത്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷെയ്ഖുൽ ഹദീസ് എന്ന സ്ഥാനപ്പേര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നൽകിയത് ജാമിഉൽ അഹാദീസ് 1-ാം വാല്യം 12-ാമത്തെ പേജിൽ കാണാം. മാത്രമല്ല 75 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർച്ചയിൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ച മഹാമനുഷ്യയാണ്, വലിയ ആഷിഖുർ റസൂലാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മീസാനു ശരിയത്തിൽ കുബ്രയിൽ രേഖപ്പെടുത്തിയതായി കാണാം. 2 ലക്ഷത്തോളം ഹദീസുകൾ കാണാതെ പഠിച്ച, ഇൽമുൽ ഹദീസിൽ തന്നെ 200-ലേറെ ഗ്രന്ഥങ്ങൾ എഴുതിയ വലിയ ഒരു മുഹദ്ദിസും അതോടുകൂടെ വലിയൊരു മുഫസ്സിറുമായ തഫ്സീർ അദ്ദുറുൽ മൻസൂർ ഫി തഫ്സീർ ബിൽ മഅസൂർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ തഫ്സീറിൽ എഴുതുകയും, അതുപോലെ ലുഗത്ത് വിശദീകരിച്ചുകൊണ്ട് ജലാലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എഴുതുകയും, അതോടുകൂടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു മഹാമനുഷ്യയാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. 500-ലേറെ ഗ്രന്ഥങ്ങൾ എഴുതിയ ഇമാം സുയൂത്തി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനവറുകൾ എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം കൂടി ഒരു റിസാലയാണ് തംഹീദുൽ ഫർശി ഫിൽ ഖിസാലിൽ മൂജിബത്തിൽ ലിൽ അർശി എന്ന് പറയുന്ന ഗ്രന്ഥം. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റസായിൽ അൽ ഹാബിലിൽ ഫതാവയിൽ ധാരാളം കാണാം. ആ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി 906 ഹിജ്റയിൽ തൻ്റെ വീട് റൗദത്തുൽ മിഖ്യാസിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്.
അതുപോലെ ദുനിയാവിൻ്റെ ആളുകളോടെല്ലാം ചിന്തകളും ബന്ധവുമെല്ലാം നിർത്തി ഹൽവത്തിലായി നിൽക്കുന്ന ആ സമയത്താണ് അള്ളാഹുവിൽ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റിൽ മഷ്ഗൂലായി കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ജുമാദുൽ ഊല 1911 ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. 62-ാമത്തെ വർഷത്തിൽ. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇജാസത്തുൽ മുത്താലയിൽ പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയെ അനുസ്മരിക്കലും തവസ്സുലാക്കലും ഉണ്ട്. ആ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹിയുടെ ബറക്കത്തുകൊണ്ട്, അതുപോലെ അള്ളാഹുവിൻ്റെ എല്ലാ ഇഷ്ടദാസന്മാരുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ തഅല്ലുമ്, തഅലീമ്, തദ്രീസ്, മുത്താല തുടങ്ങിയതിൽ ധാരാളം ഖൈറും ബറക്കത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം, ആ 7 വിഭാഗത്തേക്കാൾ കൂടുതൽ മറ്റു ആളുകളുമുണ്ടോ എന്ന ചർച്ച ധാരാളം നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ 7 വിഭാഗത്തിൻ്റെ കൂടെ വേറെയും ചില ആളുകൾ സിയാഹ് ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിലും മറ്റുമുണ്ട് എന്ന് ബൈത്തിലൂടെയും മറ്റും സൂചിപ്പിച്ചു. ഏതായാലും ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ധാരാളം ഹദീസുകളെ ജമ്മു ചെയ്തുകൊണ്ടാണ് ഈ മഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അർഷിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ മുഹാരിബീൻ ബാബു ഫദ്ലി മൻ തറക്കൽ ഫവാഹിഷ 6806 ഹദീസിൽ ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു നമ്മൾ സാധാരണ പറയുന്ന ഹദീസ് സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു എന്ന് പറയുന്ന ഹദീസ്, മഹത്തായ ഹദീസിൽ പറഞ്ഞ ആ 7 വിഭാഗത്തെ സംബന്ധിച്ച് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞിട്ടുണ്ട്. അതേ 7 വിഭാഗം ആളുകളെ സംബന്ധിച്ച് ചില തർത്തീബ് വ്യത്യാസം. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ ആദ്യത്തേത് ഇമാമുൻ ആദിൽ, രണ്ടാമത്തത് ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ് എന്ന് തുടങ്ങുന്ന, അത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, ഇങ്ങനത്തെ തർത്തീബിലും അതേ സ്ഥാനത്ത് അതേ 7 വിഭാഗം ആളുകളെ സംബന്ധിച്ച് സയ്യിദുന സൽമാൻ ഫാർസി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അത് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാൻ ഫസ്ലുൻ ഫി ഇദാമത്തി ദിക്രില്ലാഹി 549 ഹദീസ് 1-ാം വാല്യം 405 7 വിഭാഗം പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഖൽവത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലി അള്ളാഹുവിനെ പേടിച്ച് കണ്ണീർ ഒലിപ്പിക്കുന്നവർ, അതോടുകൂടെ രണ്ടാമത്തത് ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹി, മൂന്നാമത്തത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, 7-ാമത്തതിലാണ് ഇമാമുൻ ആദിൽ. അങ്ങനെ തുടങ്ങിയ ചെറിയ തർത്തീബ് വ്യത്യാസത്തിൽ ഇങ്ങനെ 7 വിഭാഗം ആളുകൾ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശുഅബുൽ ഈമാൻ 1-ാം വാല്യം 405 പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ അർശിന്റെ തണൽ ലഭിക്കുന്ന 4 ഭാഗ്യശാലികൾ എന്ന് മറ്റൊരു റിപ്പോർട്ടിലും കാണാം. ബഹുമാനപ്പെട്ട ഇമാം അബു അഹമ്മദ് ജുർജാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ കാമിലു ഫി ദുഅഫാഇർ റിജാൽ എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിലെ 8-ാം വാല്യം 408 പേജിൽ 2024 ഹദീസിൽ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിവായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് പഠിപ്പിക്കപ്പെട്ട 4 വ്യക്തികൾ അർശിന്റെ തണൽ ലഭിക്കും. അർശിന്റെ തണലില്ലാത്ത വേറൊരു തണലില്ലാത്ത ആ സന്ദർഭത്തിൽ 4 ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കും എന്ന് പറഞ്ഞു. അവിടെ ഒന്നാമത്തത് പറഞ്ഞത് ഒരാളുടെ യുവത്വകാലം, അയാൾ അദ്ദേഹത്തിൻ്റെ യുവത്വകാലത്തിന് ഇബാദത്തിന് വേണ്ടി വഖഫ് ചെയ്തു. രണ്ടാമത്തത് വലത്തെ കൈ കൊണ്ട് സ്വതക്ക ചെയ്തത് ഇടത്തെ കൈ അറിയാതിരിക്കുക, അത് രഹസ്യമായ സ്വതക്ക, അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടുള്ള സ്വതക്ക. മൂന്നാമത്തത് താജിർ, കച്ചവടക്കാരൻ, എല്ലാ നിലക്കും ഹക്കോടുകൂടെ ഹക്ക് ഇടപാട് എല്ലാം ഹക്ക് മുഖേന ഇടപാട് ചെയ്ത ആള്, അയാൾക്ക് അർശിന്റെ തണലുണ്ടാകുമെന്നും. അതേപോലെ 4-ാമത്തത് ഒരു ഹാക്കിമ്, മരണം വരെ അദലും ഇൻസാഫും നീതി പാലിച്ച ആളെന്ന് ഈ റിവായത്തിലും കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബി ഷൈബ അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിച്ച കിതാബു സുഹുദിൽ 12-ാമത്തെ ഹദീസ് 8-ാം വാല്യം 179 പേജിൽ പറഞ്ഞ ഒരു ഹദീസ് സയ്യിദുന സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു കത്തിനെ സംബന്ധിച്ച്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതി, ഇങ്ങനെയുള്ള ആളുകൾക്ക് അർശിന്റെ തണലുണ്ടാകും എന്ന് എഴുതി അറിയിക്കുകയും അതിൽ 7 വിഭാഗത്തെ ആളുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹുക്ക് കത്ത് എഴുതിയതിൽ കാണാം.
ഇമാമുൻ ആദിലും അതുപോലെ സ്വതക്ക സിറായ രഹസ്യമായ സ്വതക്ക അതുപോലെ നേരെ അറിയപ്പെട്ട ഏഴ് ആളുകളെ വിഭാഗത്തിൽ പറഞ്ഞ ആ ഹദീസിലുള്ളതുപോലെ തെറ്റിലേക്ക് വിളിക്കുമ്പോൾ ഇന്നി അഖാഫുല്ലാഹ് അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറയുന്ന അതുപോലെ മറ്റു വിഷയങ്ങളെല്ലാം പറയലോടുകൂടെ പള്ളിയുടെ ബന്ധം അതെല്ലാം പറയലോടുകൂടെ ആ വിഭാഗത്തെ ആളുകളെ സംബന്ധിച്ച് ഏഴാമത്തത് പറഞ്ഞത് അത് രണ്ട് ആളുകൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ റിളക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ എന്ന് മുസന്നഫ് ഇബ്നു അബീ ശൈബയിലും കാണാം. അങ്ങനെ ഈ പറഞ്ഞ ആളുകളെ സംബന്ധിച്ചും ഓരോ ആളുകളെ സംബന്ധിച്ച് മഹത്വങ്ങൾ പറഞ്ഞത് ധാരാളം ഹദീസുകളിലുള്ളതും ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞ തംഹീദുൽ ഫർഷി എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാമുൻ ആദിൽ, നീതി പാലിക്കുന്ന ഭരണാധി, ഒരുപാട് ഹദീസുകൾ അത് മഹത്വം പറഞ്ഞത് കാണാം. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഒരുപാട് ഹദീസുകൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നു ആസ് എന്നവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ധാരാളം ഹദീസുകളിൽ കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ശരീഫ്, നീതി പാലിക്കുന്ന രാജാവ് ഖിയാമത്ത് നാളിൽ അർശിന്റെ വലഭാഗത്തുണ്ടാകുമെന്നും നൂറിന്റെ മെമ്പറുകളിൽ ഉണ്ടാകുമെന്നും അനുയായികൾക്കും കുടുംബങ്ങൾക്കെല്ലാം തീരുമാനം നീതിയോട് ചെയ്ത ആൾക്ക് അത്ര വലിയ സ്ഥാനമുണ്ട് എന്ന് സ്വഹീഹ് മുസ്ലിം കിതാബുൽ ഇമാറ ബാബു ഫളീലത്തിൽ അമീരിൽ ആദിൽ അതിൽ 4721 ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ ആദിലായ ഒരു ഇമാമ്, ഒരു ഭരണാധി ഖിയാമത്ത് നാളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാകുമെന്നും അള്ളാഹുലേക്ക് വളരെ അടുത്തായിരിക്കുമെന്നും ഹദീസുകളിൽ കാണാം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തംഹീദുൽ ഫർഷിൽ ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ആളുകളെ ഒരുപാട് മഹത്വങ്ങൾ ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മുവത്ത ഇമാം മാലിക് കിതാബു ഷിഅർ ബാബു മാ ജാഅ ഫിൽ മുതഹബ്ബൈനി ഫില്ലാഹ് എന്ന് പറയുന്ന അധ്യായത്തിൽ 1825 ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയും, എവിടെയാണവർ എനിക്ക് വേണ്ടി സ്നേഹിച്ചവർ? അവർക്ക് ഇന്ന് ഈ ഖിയാമത്ത് ദിനം, ഇന്നത്തെ ദിനം അവർക്ക് അർശിന്റെ തണലില്ലാത്ത വേറൊരു തണലൊന്നുമില്ല, അവർക്ക് അർശിന്റെ തണലിൽ ഞാൻ സ്ഥലം കൊടുക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മുവത്തയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച ആളുകൾക്ക് വേണ്ടി പ്രകാശത്തിന്റെ സ്റ്റേജുകൾ, നൂറിന്റെ മെമ്പറുകൾ, അർശിന്റെ തണല്, മിമ്പർമേ അവർക്ക് മിമ്പർ നൽകിക്കൊണ്ട് അർശിന്റെ തണൽ അവർക്ക് ലഭിക്കുമെന്നും അർശിന്റെ തണലില്ലാത്ത വേറൊന്നും ഉണ്ടാവില്ല എന്നും മുസ്നദ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹദീസ് മുആദ് ബിൻ ജബൽ 8-ാം വാല്യം 246 പേജിൽ കാണാം. അതുപോലെ ഇർബാദ് ബിൻ സാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരസ്പരം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് അർശിന്റെ തണലുണ്ട് എന്നൊക്കെ പറഞ്ഞ മുസ്ലിം ഇമാം മുഹമ്മദിൽ തന്നെ മുസ്ലിം ഷാമിഹീൻ 6-ാം വാല്യം 86 പേജിൽ കാണാം. അതുപോലെ അബൂദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ആൾക്കാർ അവർക്ക് നൂറിന്റെ മെമ്പറുകൾ, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ അവർക്ക് ലഭിക്കുമെന്നും അവർക്ക് യാതൊരു പേടിയുമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞത് ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുഅ്ജമുൽ ഔസത്ത് മനിസ്മുഹു അഹ്മദ് 1328 ഹദീസ്. ഇതെല്ലാം ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞ തംഹീദുൽ ഫർഷിൽ രേഖപ്പെടുത്തുകയാണ്. പരസ്പരം സ്നേഹിക്കുന്ന അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് വലിയ മർത്തബയാണുള്ളത്, വലിയ സ്ഥാനമാണുള്ളത്. ഒരുപാട് ഹദീസുകളിൽ അത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്നതിൻ്റെ മഹത്വമാണ് ഇതുവരെ പറഞ്ഞത്. പരസ്പരം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുമ്പോൾ ഇനിയും ധാരാളം മഹത്വങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടിമകൾ, ചില അടിമകൾ, അവർ അമ്പിയാക്കളോ ശുഹദാക്കളൊന്നുമല്ല, എന്നാൽ അമ്പിയാക്കളുടെ ശുഹദാക്കളുടെ മർത്തബയോട് ഈ അടിമകളുടെ മർത്തബ അടുത്തുണ്ടായിരിക്കും. അഅറാബി ചോദിച്ചു, ആരാണ് നബി അത് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യത്യസ്തമായ രാജ്യങ്ങളിലുള്ള ആളുകൾ
അവർക്ക് കുടുംബബന്ധമോ മറ്റോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് അർശിലെ നൂറിൻ്റെ മെമ്പറുകൾ നൽകുകയും അവർക്ക് പ്രയാസമില്ലാതെ ഒരു പേടിയുമില്ലാതെ അവർ ഉണ്ടാകുമെന്നും എല്ലാം എളുപ്പമാകുമെന്നും ഇമാം തബറാനി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച മുഅ്ജമുൽ കബീർ 3-ാം വാല്യം 290-ാമത്തെ പേജിൽ കാണാം. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ചില അടിമകൾക്ക് ഖിയാമത്ത് നാളിൽ അർശിൻ്റെ വലഭാഗത്ത് അല്ലാഹു തആല ഇരുത്തും. അർശിൻ്റെ രണ്ട് ഭാഗം സമമായിരിക്കും. എന്നാൽ ഇവർ വലഭാഗത്തുണ്ടാകുമ്പോൾ അതും നൂറിൻ്റെ മെമ്പറിൽ അവർ ഇരിക്കുന്ന സമയത്ത് പ്രകാശനാളുള്ള മുഖം അവർ അമ്പിയാക്കളോ ശുഹദാക്കളോ സിദ്ദീഖീങ്ങളോ അല്ല. പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ് എന്ന് മുഅ്ജമുൽ കബീറിൽ 12-ാം വാല്യം 104-ാമത്തെ പേജിൽ ഉള്ള ഹദീസാണ്. അതുപോലെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില അടിമകൾ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നു. അവർക്ക് ഖിയാമത്ത് നാളിൽ 100 മെമ്പറുകൾ ഉണ്ടാകും. 100 അവരെ മുഖത്തിൽ കാണാൻ കഴിയും. അവർ ഹിസാബിൽ നിന്നെല്ലാം ഫാരിഗായിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞതും മുഅ്ജമുൽ കബീറിൽ കാണാം. അങ്ങനെ ഒരുപാട് ഹദീസുകൾ മുഅ്ജമുൽ കബീറിൽ തന്നെ ധാരാളം ഹദീസുകൾ, അതുപോലെ ജാമിഉ സഗീറിലും അങ്ങനെ ഒരുപാട് ഹദീസുകൾ കാണാം. അതുപോലെ സ്വതക്ക കൊടുക്കുന്നതിൻ്റെ മഹത്വവും അർശിൻ്റെ തണൽ ലഭിക്കുന്നതും ഒന്നിച്ചുകൊണ്ട് മുസ്നദ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ 6-ാം വാല്യം 126-ാമത്തെ പേജിൽ കാണാം. അടിമ സ്വതക്കൻ്റെ തണലിൽ അവൻ്റെ തീരുമാനമൊക്കെ എളുപ്പമായി പോകും, അർശിൻ്റെ തണലുണ്ടാകും എന്നൊക്കെ പറഞ്ഞ ഹദീസ് കാണാം. അബ്ദുറഹ്മാൻ സമുറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് കാണാം, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഹദീസിന് അവസാനം പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മത്തിൽ വെച്ചിട്ട് ഒരാളെ കണ്ടു, അയാളുടെ മുഖത്തിനെ തീയിൻ്റെ ശുഅലകളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതക്ക വന്നിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ തലയിൽ തണലുമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീണ്ട ഹദീസ് മജ്മഉ സവായിദ് കിതാബു തഅബീർ നമ്മുടെ ഖുത്ബുൽ ഇർഷാദ് അബ്ദുല്ലാഹി ബിൻ ഹലബിൽ ഹദ്ദാദ് തങ്ങൾ നസാഹിയുദ്ദീനിയിലും അതുപോലെ സുയൂത്തി ഇമാം റഹിമഹുല്ലാഹ് ശറഹു സുദൂറിലും ആ ഹദീസ് ഉദ്ധരിച്ചത് കാണാം. ഏതായാലും സുയൂത്തി ഇമാം റഹിമഹുല്ലാഹ് ഈ തംഹീദുൽ ഫർഷിൽ പറയുന്നു, അതിൻ്റെ ശേഷം നേരത്തെ സൂചിപ്പിച്ച ഇമാം ഇബ്നു അബി ഷാമ പറഞ്ഞത് തൻ്റെ പിതാവ് അബൂ ഷാമ റളിയല്ലാഹു അൻഹു ബൈത്ത് പാടിയത്, വഖാല നബിയുൽ മുസ്തഫ ഇന്ന സബഅതൻ യുളില്ലുഹുമുല്ലാഹുൽ അലീമു ബിളില്ലിഹി മുഹിബ്ബുൻ അഫീഫുൻ നാശിഉൻ മുതസദ്ദിഖുൻ വബാക്കിൻ മുസല്ലിൻ വൽ ഇമാമു ബിഅദ്ലിഹി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണലുണ്ടാകും. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന മുഹിബ്, അതുപോലെ അഫീഫ് അള്ളാഹുവിൻ്റെ പേടിയുള്ള, തെറ്റുകൾ വിളിച്ചാലും അത് ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ പേടി വെളിവാക്കുന്ന, അതുപോലെ 3-ാമത്തത് നാശിഉൻ അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ ജീവിക്കുന്ന യുവാവ്, അതുപോലെ മുതസദ്ദിഖുൻ സദഖ ചെയ്യുന്ന ആള്, വബാക്കിൻ അള്ളാഹുവിൻ്റെ ദിക്റിലായി കരയുന്നവർ, അതുപോലെ മുസല്ലിൻ നിസ്കരിക്കുന്ന ആൾക്കാർ, അതുപോലെ വൽ ഇമാമു ബി അദ്ലിഹി നീതിമാനായ ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബൈത്ത് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഷാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സുയൂത്തി ഇമാം റളിയല്ലാഹു രേഖപ്പെടുത്തുകയാണ്. അതുപോലെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന മറ്റു ആളുകളെയും ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി വിശദീകരിച്ച അതും എല്ലാം സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു, പാവപ്പെട്ട ആളുകൾക്ക് കടം കൊടുത്തെങ്കിൽ ആ കടം കൊടുത്തതിന് അവർക്ക് അവസരം കൊടുക്കുക, സമയമായാലും അവർക്ക് അവസരങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത്, കടത്തിന് അവർക്ക് അവസരം കൊടുക്കുക എന്ന് പറയുന്നതും വലിയ മഹത്വമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കടത്തിനിക്ക് കുറച്ചും കൂടി അവധിക്ക് അവസരം കൊടുക്കുക, അവധി വന്നാലും അവർക്ക് അവസരം കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് മാപ്പാക്കി, അതിന് ചിലത് മാപ്പാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അർശിൻ്റെ തണൽ ലഭിക്കുമെന്നും അർശിൻ്റെ തണല്ലാതെ വേറൊരു തണൽ ഉണ്ടാവുകയില്ല എന്ന ഹദീസ് തുർമുദി ഇമാം കിതാബുൽ ബുയൂ ജാമി തുർമുദിലെ കിതാബുൽ ബുയൂ ബാബു മാ ജാഅ ഫി അൻലാർ, ആ കടത്തിന് താമസം ചെയ്തു കൊടുക്കേണ്ട അധ്യായം പറഞ്ഞ സ്ഥലത്ത് 1306-ാമത്തെ ഹദീസ് 1583-ാമത്തെ പേജിൽ വിശദമായി പറഞ്ഞത് കാണാം. തബറാനി ഇമാം റഹ്മത്തുള്ളാഹി മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസിന്റെ അൽഫാദുകൾ
വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖിയാമത്ത് നാൾ അർശിന്റെ തണല് കടക്കാർക്ക്, സമയം അവസരം കൊടുക്കുന്ന ആൾക്കാർക്ക്, സമയം താമസിച്ച് അവർക്ക് അവസരം കൊടുക്കുന്ന, അതുപോലെ കടം തന്നെ അവർക്ക് സ്വതക്കയായി കൊടുക്കുന്നതിനെ സംബന്ധിച്ചും ഒരുപാട് മഹത്വങ്ങൾ അൽ മുഅ്ജമുൽ കബീർ 19-ാം വാല്യം 167-ാമത്തെ ഹദീസിൽ കാണാം. അപ്പൊ ഈ ഹദീസ് കൊണ്ട് മനസ്സിലായത്, ആദ്യത്തെ ആള്, അതായത് കടത്തിന് താമസം ചെയ്തു കൊടുക്കുക, കടം മാഫാക്കി കൊടുക്കുക എന്നത് അർശന്റെ തണൽ ലഭിക്കുമെന്നും ഇങ്ങനെയുള്ള ഒരു ഹദീസ് ഒരുപാട് മഹാന്മാരിൽ നിന്ന്, അബൂ ഖത്താദ, അബൂ ഹുറൈറ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സയ്യിദുന ഷദ്ദാദ് ബിൻ ഔസ്, കഅബ് ബിൻ മാലിക്, ആയിഷ, അബൂ ദർദാ, സയ്യിദുന അസ്അബ് ബിൻ സുറാറ തുടങ്ങിയ ഈ സാദാത്യങ്ങളായ സ്വഹാബിയാത്തിൽ നിന്ന് ഒരുപാട് റിവായത്തുകൾ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംഹീദുൽ ഫർശിലൊക്കെ രേഖപ്പെടുത്തുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ആരെങ്കിലും കടക്കാരന് അവസരം കൊടുത്താൽ, അതുപോലെ അല്ലെങ്കിൽ കട മാഫാക്കി കൊടുത്താൽ ഖിയാമത്ത് നാളിൽ അവർക്ക് അർശിന്റെ തണലുണ്ടാകുമെന്ന് മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ ഹദീസ് അബീ ഖതാദത്തുൽ അൻസാരി 8-ാം വാല്യം 367-ാമത്തെ പേജിൽ കാണാം. അതുപോലെ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കടത്തിന് അവസരം കൊടുക്കുന്ന ആൾക്ക്, അതുപോലെ കടത്തിന് താമസം ചെയ്തു കൊടുക്കുക, അതുപോലെ മാപ്പാക്കി കൊടുക്കുക, അവർക്ക് അർശിന്റെ തണലുണ്ടാകുമെന്ന് ജാമിഉ തുർമുദി കിതാബുൽ ബുയൂ 1306-ാമത്തെ ഹദീസ്. അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർശന്റെ തണലില്ലാത്ത ഒരു തണലുമില്ലാത്ത ആ സമയത്ത് അർശന്റെ തണല് കടം കൊടുത്ത് ആ കടം വാങ്ങിയാക്കി അയാളെ പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് ഒന്ന് താമസം ചെയ്തു കൊടുക്കുക, സമയം അവസരം കൊടുക്കുക എന്ന് പറയുന്നതും മാപ്പാക്കി കൊടുക്കുന്നതും അവർക്ക് വലിയ ഒരു അർശന്റെ തണൽ ലഭിക്കാൻ കാരണമാണെന്നും ബഹുമാനപ്പെട്ട മുസ്നദ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുസ്നദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന അധ്യായത്തിൽ 1-ാം വാല്യം 158-ാമത്തെ പേജിൽ കാണാം. അങ്ങനെ ഒരുപാട് ഹദീസുകൾ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ധാരാളം ഹദീസുകൾ മജ്മു സവാഇദിന്റെയും മുഅ്ജമുൽ കബീറിലുള്ളതും അത്തർഹീബ് തർഹീബിലുള്ളതും അങ്ങനെ ഒരുപാട് ഹദീസുകൾ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇമാം സുയൂത്തി തങ്ങൾ ഈ ഒരു മഹത്തായ ഗ്രന്ഥത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച ഈ വിശദീകരണം, അതുപോലെ യൂസുഫ് നബഹാനി തങ്ങൾ സഅദത്തു ദാറൈൻ, അതുപോലെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബുദൂറു സാഫിറ ഫി ഉമൂരിൽ ആഖിറ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിലൊക്കെ പഠിപ്പിച്ച ഇർഷാദുൽ ഇബാദിലും മറ്റൊക്കെ ഉള്ളതുപോലെ 3 ആളുകളെ സംബന്ധിച്ചും അർശന്റെ തണൽ ലഭിക്കുമെന്ന് വേറെയും ചില ഹദീസുകൾ, എൻ്റെ ഉമ്മത്തിന്റെ വിഷമങ്ങൾ, മൻ ഫറജ അൻ മക്രൂബി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ പ്രയാസങ്ങൾ അകറ്റുന്നവർ, അതുപോലെ ഒമൻ അഹിയ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ഹയാത്താക്കുന്നവർ, അതുപോലെ ഒമൻ അക്സറ സ്വലാത്ത് അലിയ, എൻ്റെ മേൽ സ്വലാത്ത് ധാരാളം അധികരിപ്പിക്കുന്നവർ, ഇവർക്കും അർശന്റെ തണലുണ്ടാകുമെന്ന് യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി സഅദത്തു ദാറിൽ ഉദ്ധരിച്ചത് ജമാലുദ്ദീൻ ജൗസി റഹ്മത്തുള്ളാഹി അവിടുത്തെ ബുസ്താനുൽ വാഇലീൻ 17-ാമത്തെ മജ്ലിസ് 260-ാമത്തെ പേജിലും വിശദമായി പറഞ്ഞതെല്ലാം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ രോഗസന്ദർശനം, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. അതുപോലെ സൂറത്തുൽ അൻആം അവസാനമായി പറഞ്ഞു നിർത്തുന്നു. സൂറത്തുൽ അൻആമിലെ ആദ്യത്തെ 3 ആയത്തുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരെങ്കിലും സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം സൂറത്തുൽ അൻആമിന്റെ ആദ്യത്തെ 3 ആയത്തുകൾ യഅലമു മാ തക്സിബൂൻ വരെ ഇത് ഓതുക, 40,000 മലായിക്കത്തിന്റെ ഒരു സാന്നിധ്യം, അതിന്റെ വലിയൊരു മഹത്വവും, അതിലൊരു മലക്ക് പിശാചിയെ ഇയാൾ തെറ്റ് ചെയ്യലിനെ തൊട്ട് വസ്വാസ് ഉണ്ടാക്കൽ തൊട്ടും രക്ഷപ്പെടുത്തുന്നതും, അങ്ങനെ ഒരു നീണ്ട ഒരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ അൻആമിന്റെ ആ തുടക്കത്തിൽ തഫ്സീർ ദുർർ മൻസൂറിൽ 3-ാം വാല്യം 245-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഇതേ സൂറത്തുൽ അൻആമിന്റെ യഅലമു മാ തക്സിബൂൻ വരെ ഓതിക്കൊണ്ടാണല്ലോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ വഫാത്തായതെന്ന് ഇമാം ശിബലഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി നൂറുൽ അബ്സാറിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ ആയത്ത് ഓതുമ്പോൾ 70 മലക്കുകളുടെ മഗ്ഫിറത്തിന്റെ ഒരു പ്രാർത്ഥന ഉണ്ടാകുമെന്നും, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂറത്തുൽ അൻആം ആദ്യത്തെ 3 ആയത്ത് ഇത് ഓതുമ്പോൾ 70 മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ അവർക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയും അവർക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടുകയും ചെയ്യുമെന്ന് തഫ്സീർ ദുർർ മൻസൂർ സൂറത്തുൽ അൻആം 3-ാം വാല്യം 246-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതുപോലെ 70,000 മലക്കുകൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നതും
അതുപോലെ അവരെ കൂലിയെന്നും എല്ലാം ഹസനത്തെല്ലാം കൂട്ടുന്നതും അർഷിന്റെ തണൽ ലഭിക്കുന്നതും വിശദമായ ഒരു ഹദീസ് തഫ്സീർ ദുർ മൻസൂറിൽ തന്നെ സൂറത്തുൽ അൻആം വിശദീകരിച്ച് പറഞ്ഞത് കാണാം. അങ്ങനെ ധാരാളം ഹദീസുകൾ. അതുപോലെ തവാദു ചെയ്യുന്ന ആളുകൾക്ക് അർഷിന്റെ തണൽ ലഭിക്കുന്നത് ഹില്യത്തുൽ ഔലിയാ 108 വാല്യം 152 പേജിൽ അങ്ങനെയുള്ള ധാരാളം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അർഷിന്റെ തണൽ ലഭിക്കുന്നത് അതെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തംഹീദുൽ ഫർഷി ഫിൽ ഖിസാലിൽ മൂജിബത്തിൽ ലില്ലിൽ അർഷി എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറഞ്ഞ ആ ഭാഗ്യശാലികൾ 70-ലേറെ ഭാഗ്യശാലികൾക്ക് അർഷിന്റെ തണൽ ലഭിക്കുമെന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ആ ഭാഗ്യശാലികളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നമുക്ക് അർഷിന്റെ തണല് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കിതാബിന്റെ അവസാനത്തിൽ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഇതിന്റെ എണ്ണം 70-നേക്കാളും കൂടുതലുണ്ട്. എന്നിട്ട് അവസാനം 2 ബൈത്തുകൾ ബഹുമാനപ്പെട്ട് പാടുകയാണ്. വസിദ് ബഅദ ഖാദിൽ ഹവായിജി സ്വാലിഹു അൽഅബീദി വത്ഫുലൻ വശഹീദു ബിഖത്ലിഹി വഅമ്മാ വതഅലീമൻ ആദാനം വഹിജ്റതൻ ഫസാദത്ത് അല സബ്ഈന ഫീ മിൻ ഫൈളി ഫളിഹി. ജനങ്ങൾക്ക് ആവശ്യം വീട്ടി കൊടുക്കുന്നവർ, സ്വാലിഹായ അടിമ, അതായത് മുസ്ലിം, അതുപോലെ മുസ്ലിമായ കുട്ടി, അതുപോലെ യുദ്ധവേളയിൽ ഷഹീദായ ആളുകൾ, അതുപോലെ ഇമാമത്ത് ചെയ്യുന്നവർ, അതുപോലെ ബഹുമാനപ്പെട്ട സുയ്യിദ് ഇമാം റഹ്മത്തുള്ളാഹി പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നവർ, ബാങ്ക് കൊടുക്കുന്നവർ, അതുപോലെ ഹിജ്റ ചെയ്യുന്നവർ, ഇതെല്ലാം കൂടി 70-നേക്കാളും കൂടുതലായി ഫസാദത്ത് അല സബ്ഈന മിൻ ഫൈളി ഫളിഹി, മുമ്പെല്ലാം പറഞ്ഞതിന്റെ അതിന്റെ കൂടുതൽ 70-നേക്കാളും കൂടുതലായി എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി അവരുടെ തംഹീദുൽ ഫർഷിന്റെ അവസാനം പറയുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറൻ കസീറാ പഠിപ്പിച്ചു. ഖിയാമത്ത് നാളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസത്തോടുകൂടി ചെല്ലുന്നവർ അവർ എൻ്റെ അർഷിന്റെ തണലിൽ വരട്ടെ, ഞാൻ അവർ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഹദീസ് ഫിർദൗസുൽ അഖ്ബാർ ഹർഫുൽ യാ ഹദീസ് 8115 ഹദീസ് 2-ാം വാല്യം 460. അതോടുകൂടെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ മഹത്തായ ഗ്രന്ഥം അവസാനിപ്പിക്കുകയാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ 70-ലേറെ ആളുകളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കും അർഷിന്റെ തണൽ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ 70 വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ അമലുകളെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചു. നമുക്കും ധാരാളം സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.